ഒരു വർഷം അല്ലെങ്കിൽ ഒരുപാട് വർഷം നീണ്ടു നേരം വെളുത്തപ്പോ തുടങ്ങിയാടാ നിന്റെ നാക്കിന് ചൊറിച്ചില്. നിനക്കാണ് ഇവിടെ ചെവിയാക്കാൻ മര്യാദ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ വളരെ മര്യാദയായിട്ട് എന്റെ വീട്ടിനകത്തിരുന്ന് പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്ക് എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? അടാ അതിന് പ്രസംഗം ഇങ്ങനെ അടച്ചുപൂട്ടിട്ടിരുന്നിട്ടില്ല. നാലാളെ അറിയിച്ചാൽ പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കണം. അതിനുള്ള ചങ്കൂറ്റുണ്ടാണ്. നാലാളെ അറിയെ പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കാൻ അറിയണം. അതെ അതെ, ക്ലീറ്റോയ്ക്ക് പ്രസംഗിക്കാൻ അറിയോ ഇല്ലെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നാളെ രാവിലെ ഒരു 10-10:30 ആകുമ്പോ KCB ഓഫീസിന്റെ മുന്നിൽ വാ അമ്മാവായി. എവിടെ? KCB ഓഫീസ്. അവിടെ എന്തായാലും അവിടെ എന്താണെന്ന് അറിയണമെങ്കിൽ നീ നാളെ അവിടെ വാ, നേരിട്ട് കാണാം. നീ എന്തിനാ അങ്ങോട്ട്? ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അങ്ങോട്ട് വരരുത്. എന്തോ അങ്ങോട്ട് വരരുത്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാൻ പലയിടത്തും വരും പ്രസംഗിക്കാൻ. തങ്കം, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ജാതകത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരുത്തനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുന്നു. അത് വേറെ ആരുമല്ല, യവൻ തന്നെ. എന്റെ ജാതകത്തിലും പറഞ്ഞിട്ടുണ്ട് അളിയൻ എറിത്ത് വെച്ചിട്ട് ഞാൻ അങ്ങ് മേളിൽ പോകുള്ളൂ. ചുമ്മാരടി. നീ കാര്യം പറയണ്ട കനക. ഇപ്പൊ എന്താ പ്രശ്നം? എടി അവൻ എന്ത് വന്നാലും ഏതൊന്നാലും സമരം ചെയ്യാനായിട്ട് നേരെ KCB ഓഫീസിന്റെ ഫ്രണ്ട് വരും. എന്നെ നാറ്റിക്കാനായിട്ട് എന്റെ പരിപാടി. അതിനെതിനെ നാറ്റിക്കണമെന്ന് നീ പറയണത്? ക്ലീറ്റോ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അവിടെ പോയി വേണം സമരം ചെയ്യാൻ. ഇപ്പൊ KCB പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലീറ്റോ ഒക്കെ KCB വരും, അല്ലാതെ മാവേലി സ്റ്റോറി പോയിട്ട് കാര്യമുണ്ടോ? ആണല്ലോ, സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. റോഡ് പണിയുന്ന ആരാണ്? KCB കാരാണ്. ഏതോ ഒരു സ്ഥലത്ത് റോഡ് പണിഞ്ഞില്ലെന്ന് പറഞ്ഞ് നേരെ KCB ഫ്രണ്ട് സമരം ചെയ്യുക. അത് മര്യാദയാണടി. കഴിഞ്ഞ ആഴ്ച അവന്റെ കുറെ ഊച്ചാളി. എന്റെ അണികളെ ഊച്ചാളി എന്നെല്ലാം വിളിച്ചോണ്ടല്ല. എന്റെ അണികൾ ഊച്ചാളികളാണ്. നിന്റെ അണികൾ മാത്രമല്ല, നീ ഊച്ചാളിടാ. ഊച്ചാളി അവന്റെ നാക്കിന് എല്ലില്ലെന്ന് പറഞ്ഞ് വായു പറഞ്ഞ വിളിച്ചു പറഞ്ഞോണ്ട് എന്റെ വിളമാറും. എടാവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നീ എന്തിനാ അവിടെ ഇവിടെ കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ KCB ചെന്ന് സമരം ചെയ്ത് അവനെ നാറ്റിക്കണേ? ഇത് മാത്രമല്ലേ, യവന്റെ അണിയിലെ ഏതോ ഒരുത്തന്റെ ബന്ധുവിന്റെ സഹോദരി ആണ്ട് മരിച്ചുപോയി. അതിനെന്തോ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ KCB ഫ്രണ്ടിൽ സമരം ചെയ്യുക. എടാ, അങ്ങനെ വല്ല ദുരൂഹത ഉണ്ടെങ്കിൽ പോയി CBI ഓഫീസിന്റെ ഫ്രണ്ടിൽ പോയി സമരം ചെയ്യണം, അല്ലാതെ KCB ഫ്രണ്ടിൽ നല്ല സമരം ചെയ്യേണ്ടത്. യവ എന്നെ മനഃപൂർവ്വം നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാടി. ആണ്, നീ അങ്ങനെ തന്നെ കൂട്ടിക്കാൻ. നിന്നെ നാറ്റിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിക്കണം. നീ നാളെ രാവിലെ വാ. നീ നാളെ എപ്പോഴാണ് പറഞ്ഞു? രാവിലെ 10:30 അവിടെ വരും. 10 മണിക്ക് നീ വന്നാ നിന്റെ കയ്യും കാലും ഞാൻ ചവിട്ടി പിടിച്ചോളാം. നീ ഞൊട്ടും. പിന്നെ അവിടെ വരൂടാ, കാണാം. നീ അങ്ങ് വരുമ്പോ എന്റെ കൈയും കാലും സിനിമയ്ക്ക് പോയിക്കല്ലേ, കാണിച്ചു തരാം. കൈയും കാലും ചവിട്ടി പിടിക്കും. എടാ, നിന്നെ മാത്രമല്ല നിന്റെ ഓഫീസിലുള്ള എല്ലാവരും ഞാൻ നാട്ടിക്കൂടാ.